ഒരുപാട് അനുഗ്രഹങ്ങളെ പടച്ചോൻ നമ്മിലേക്ക് നൽകിയിട്ടില്ലേ? രണ്ടാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ഒന്നാമത്തെ അനുഗ്രഹം ഞാനും നിങ്ങളും മനുഷ്യനായി ജന്മമെടുത്തതാണെങ്കിൽ രണ്ടാമത് പടച്ചോൻ നൽകിയ അനുഗ്രഹവും വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. രാജാതിരാജൻ പറയാ, കുൻതും ഖൈറ ഉമ്മ, നിങ്ങളാണ് ഉത്തമമായ സമുദായം, ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യരിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഏറ്റവും നല്ല സമുദായം നിങ്ങളാണെന്ന് രാജാതിരാജനായ റഹ്മാന്റെ അധ്യാപനമാണ്. നോക്കൂ നിങ്ങൾ, പടച്ചവനിക്ക് 1,24,000-ത്തിലധികം അംബിയാ മുർസലുകളുണ്ട്, ദീനിന്റെ പ്രബോധനത്തിന് നിയോഗിക്കപ്പെട്ടവര്. അതിൽ മിക്ക പ്രവാചകന്മാർക്കും സമുദായമുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും മഹത്വമുള്ള സമുദായം ഉമ്മത്ത് മുഹമ്മദാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കബൂലാക്കട്ടെ. ഉമ്മത്ത് മുഹമ്മദാണ് ഏറ്റവും മഹത്വമുള്ള സമുദായം എന്ന് രാജാതിരാജനായ റഹ്മാന്റെ അധ്യാപനമാണ്. ആ സമുദായത്തിലല്ലേ ഞാനും നിങ്ങളും എത്തപ്പെട്ടത്. മഹാനായ കലീമുല്ലാഹി മൂസ, മഹാനായ കലീമുല്ലാഹി മൂസ, ഇത് കോഴിക്കോടുള്ള MIT മൂസ അല്ല, അള്ളാന്റെ പ്രവാചകൻ മൂസയാണ്. അപ്പോൾ അലൈഹിസ്സലാം പറയാം, മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവനോട് പരിഭവം പറഞ്ഞില്ലേ? രാജാതിരാജനായ അല്ലാഹ്, നീ എന്നെ കലീമുള്ള എന്ന സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട്, തൗറാത്ത് നൽകിയിട്ടുണ്ട്, ഉലുൽ അസ്മിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മഹത്വത്തെക്കാളൊക്കെ ഞാൻ വലിയ മഹത്വമായി കാണുന്നത് എൻ്റെ താല്പര്യം ഉമ്മത്ത് മുഹമ്മദിൽ സ്ഥാനം ലഭിക്കലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നബിയായതിൽ എൻ്റെ സന്തോഷം വല്ലാത്ത സന്തോഷമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എൻ്റെ താല്പര്യം ഉമ്മത്ത് മുഹമ്മദിൽ സ്ഥാനം ലഭിക്കലാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാരാ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഉമ്മത്ത് മുഹമ്മദിൽ എനിക്ക് സ്ഥാനം കിട്ടിയാൽ മതി എന്നാ. ഞാൻ മുഹമ്മദ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നല്ല പറഞ്ഞത് മൂസ അലൈഹിസ്സലാം. ഉമ്മത്ത് മുഹമ്മദായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് കലീമുള്ള എന്ന സ്ഥാനപ്പേര് ലഭിച്ചതോ, തൗറാത്ത് ലഭിച്ചതോ, അല്ലെങ്കിൽ ഞാനൊരു നബിയായതോ ഇത്രത്തോളം മഹത്വമുള്ളതല്ല. ഉമ്മത്ത് മുഹമ്മദിന്റെ അത്ര തന്നെ മഹത്വം ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമല്ലേ? ആ സമുദായത്തിലല്ല ഞാനും നിങ്ങളും അകപ്പെട്ടത്. ഞാനും നിങ്ങളും മൂസ അലൈഹിസ്സലാം ആഗ്രഹിച്ച സമുദായത്തിലല്ലേ എത്തിയത്? പിന്നെ എന്തിനാ പറയാൻ മടിക്കുന്നത്? അല്ലാഹു നൽകിയ അനുഗ്രഹമാണ് ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള സ്ഥാനം. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ടൊന്നും കൂടെ പറയണം നമ്മൾ ഈ അനുഗ്രഹം നൽകിയ രാജാതിരാജനിലേക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ, പറയാൻ മടിക്കരുത്. പിന്നെയും ഒരുപാട് അനുഗ്രഹങ്ങളെ പടച്ചോൻ നമ്മിലേക്ക് നൽകിയില്ലേ? മൂന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ഈ പരിപാടി ലൈവായി പല വ്യക്തിത്വങ്ങളും കാണുന്നുണ്ടെങ്കിൽ പോലും ലൈവായി സദസ്സിൽ പങ്കെടുക്കാൻ നമ്മയല്ലേ പടച്ചോൻ അനുഗ്രഹിച്ചത്? ഇവിടെ എത്താൻ നമ്മയല്ലേ പടച്ചോൻ അനുഗ്രഹിച്ചത്? ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ സംഘാടകർ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കസേര നേരത്തെ നിരത്തി വച്ചത്. എന്നാൽ പങ്കെടുത്തവർ എത്ര മഹോന്നതർ! അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. പറഞ്ഞു വന്നത്, ഒരുപാട് ആളുകൾ ഭൂലോകത്ത് തന്നെ ജീവിച്ചിരിപ്പില്ലല്ലോ. അവർ നമുക്ക് മുമ്പേ വിട പറഞ്ഞവരല്ലേ, മരണമെന്ന മഹാപ്രതിഭാസത്തിന് കീഴടങ്ങിയവരല്ലേ. എന്നാൽ മറ്റു ചില വ്യക്തിത്വങ്ങളോ അവർ ഭൂലോകത്തുണ്ട്, പക്ഷേ അവർക്ക് ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ ശാരീരികമായ അസ്വസ്ഥതയാണോ, മാനസികമായ പ്രയാസങ്ങളാണോ, അതോ സാമ്പത്തികമായ പ്രതിസന്ധികളാണോ, ഏത് കാരണമാണെങ്കിലോ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുമാറ് നമ്മൾ ഈ സദസ്സിൽ എത്തിയില്ലേ? പടച്ചോൻ നൽകിയ വലിയ അനുഗ്രഹമല്ലേ? അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. ഈ സദസ്സിൽ വന്ന് പങ്കെടുക്കാൻ എന്നെ സൗഭാഗ്യത്തോടെ അനുഗ്രഹിച്ച അല്ലാഹ്, നിന്നിലേക്ക് ഞാൻ മനസ്സറിഞ്ഞുകൊണ്ട് സമർപ്പിക്കാണ്. നന്ദിയുടെ വചനങ്ങൾ എന്ന താല്പര്യത്തോട് ഒരിക്കൽ കൂടെ നമ്മുടെ നാവൊന്ന് ചലിക്കണം. അൽഹംദുലില്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പൊ എന്നോട് അബ്ദുള്ള കുണ്ടറ ഉസ്താദ് പറഞ്ഞത്, ഞാനൊരു പക്ഷേ മജ്ലിസിലേക്ക് വരുന്നില്ല.
കാരണം തങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ നൂലാമാലയിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ട്രെയിന് കയറിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയും ടിടിനോട് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ടിക്കറ്റ് കൺഫേം ആക്കി തരട്ടെ എന്ന ചിന്തയിലായിരുന്നു. പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസാന്തരങ്ങളിൽ അതിനേക്കാൾ മഹത്വം ഈ മജ്ലിസാണ് എന്നതായ ചിന്ത നൽകിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തിയില്ലേ. അതുപോലെ ബഹുമാന്യരായ അബ്ദുസ്സമദ് മാസ്റ്ററും കുടുംബവും ഒക്കെ മറ്റുള്ള ദാരിമി ഉസ്താദ് അടക്കമുള്ളവർ ഇവിടെ എത്തിയില്ലേ. അള്ളാഹു ഖൈറിന്റെ വാതായനം തുറന്നു നൽകട്ടെ. അതോട് സംസാരിക്കാനൊന്നും കൂടുതൽ സമയമല്ല, ഇൻഷാ അല്ലാഹ് 9 അവസാനിപ്പിക്കണം. അള്ളാഹു റാഹത്തിലാക്കട്ടെ. പറയാനുള്ളത് അല്ലാഹ് ചെയ്ത അനുഗ്രഹത്തിന് അവനോട് നന്ദി പറയുക എന്നതാണ്. ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്ന മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, അവർ അല്ലാഹുവിലേക്ക് ഹംദ് പറയാൻ വലിയ താല്പര്യത്തോടെ സദാസമയം ഇടപെട്ട വ്യക്തിത്വമല്ലേ. മഹാനുഭാവന്റെ മജ്ലിസിലേക്ക് അതാ ഒരു വ്യക്തിത്വം വരികയാണ്. എന്നിട്ട് പറയാണ്, അല്ലയോ ഷെയ്ഖ് അവറുകളെ, അങ്ങയുടെ ചരക്ക് കപ്പൽ ഇതാ മുങ്ങിത്താഴ്ന്നിട്ടുണ്ട് കടലില്, അങ്ങയുടെ ചരക്ക് കപ്പൽ കടലിൽ മുങ്ങിത്താഴ്ന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ മഹാനായ ശൈഖ് അവറുകൾ കൺചിമ്പിക്കൊണ്ട് തല അല്പം താഴ്ത്തിയിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞിട്ട് തല ഉയർത്തിയിട്ട് കൺ തുറന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അൽഹംദുലില്ലാഹ്. അല്പസമയം കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ തിരിച്ചു വന്നുകൊണ്ട് ശൈഖ് അവറുകളോട് പറയുകയാണ്, നിങ്ങളുടെ ചരക്ക് കപ്പലല്ല താഴ്ന്നത്, മറ്റാരുടെയോ ചരക്ക് കപ്പലാണ്. ഉടനെ തന്നെ മഹാനവറുകൾ തല താഴ്ത്തുകയാണ്, കണ്ണു ചിമ്മുകയാണ്. അല്പസമയം കഴിഞ്ഞ് തല ഉയർത്തിയിട്ട് കണ്ണു തുറന്നുകൊണ്ട് പറയുകയാണ്, അൽഹംദുലില്ലാഹ്. ശൈഖ് അവറുകളോട് ചോദിക്കപ്പെട്ടു, അങ്ങയുടെ കപ്പലാണ് മുങ്ങിയതെന്നറിഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ്, അങ്ങയുടെ കപ്പലല്ല മുങ്ങിത്താഴ്ന്നതെന്നറിഞ്ഞപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള പ്രചോദനം എന്താണ്? ഉടനെ മഹാനായ ശൈഖ് അവറുകൾ പറയുകയാണ്, എൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് അല്ലാഹ് എന്ന ചിന്ത അസ്തമിക്കുന്നത് എനിക്ക് ബേജാറാണ്. അല്ലാഹ് എന്ന ചിന്ത എൻ്റെ മനസാന്തരങ്ങളിൽ നിന്ന് അസ്തമിക്കുക എന്നത് എനിക്ക് വല്ലാത്ത ആശങ്കയാണ്. അതുകൊണ്ട് എൻ്റെ ചരക്ക് കപ്പലാണ് മുങ്ങിയതെന്നറിഞ്ഞപ്പോ എൻ്റെ മനസ്സകത്തിലേക്ക് ഞാനൊന്ന് നോക്കിയതാണ്, ആ ചരക്ക് കപ്പൽ മുങ്ങിയതിന് ബേജാറുണ്ടോ എന്ന്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് മാറിയോ എന്ന നോട്ടം ഞാൻ നോക്കുമ്പോ പടച്ചവന്റെ ചിന്താഗതി എൻ്റെ മനസ്സിൽ നിന്ന് മാറിയില്ല എന്ന ബോധ്യം എനിക്കുണ്ടായപ്പോ അതിന് അനുഗ്രഹിച്ച പടച്ചവനിലേക്ക് ഹംദ് പറഞ്ഞതാണ്, അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് ശുക്ർ പറഞ്ഞതാണെന്ന് മഹാനായ ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്